തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. കൊച്ചിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് ആണ് എന്നോടൊപ്പം ചേരുന്നത്. പ്രചാരണത്തിനിറങ്ങി അല്പമൊന്ന് വൈകിയെങ്കിലും ഈ കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങിയല്ലേ? എന്തിനേയും അവഗണിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ 10 വർഷക്കാലത്തെ ഇത്രയധികം ജനവിരുദ്ധമായ പിണറായി വിജയന്റെ സർക്കാരിനെ അറബിക്കടലിൽ താഴ്ത്തുക എന്ന ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ജനങ്ങൾ അത്രയധികം പൊറുതിമുട്ടി, ജനങ്ങളുടെ ജനജീവിതത്തെ ബാധിച്ച എല്ലാ കാര്യങ്ങളിലും ഒന്നുപോലും ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല. ഇപ്പൊ കൊച്ചിയിൽ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഞാനീ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ജനങ്ങളുടെ പ്രശ്നം അതാണ്. 1 രൂപയ്ക്ക് സർക്കാർ കൊടുക്കേണ്ട വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ട്, ജനങ്ങൾ വാങ്ങുന്നത് 15 രൂപയ്ക്കും 12 രൂപയ്ക്കുമാണ് വാങ്ങുന്നത്. ബോട്ടിൽ വെള്ളമാണ് വാങ്ങുന്നത്. എല്ലാ വീടുകളിലും ജാറുകൾ കാണാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി തന്നെ മാസം ആയിരക്കണക്കിന് രൂപ ജനങ്ങൾ മാറ്റിവെക്കുകയാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താ? സർക്കാരിന് വെള്ളം കൊടുക്കണ്ടേ? അതല്ലേ സർക്കാരിന്റെ ഉത്തരവാദിത്വം. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതാണ്. വെള്ളമില്ല, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ 100 കണക്കിന് ആളുകൾ വീടിനു വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സർക്കാർ മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ മാറ്റം എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സർക്കാരിനെ മാറ്റുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ എത്ര കഠിനമായ ചൂടാണെന്നുണ്ടെങ്കിലും ആ ചൂടിനെയെല്ലാം തൃണവൽക്കരിക്കാനുള്ള കരുത്ത് കൊച്ചിയിലെ UDF-നുണ്ട്, കേരളത്തിലെ UDF-നുണ്ട്. ആ പോരാട്ടത്തിന്റെ പാതയിലാണ് ഞങ്ങൾ. അപ്പം ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായി, വലിയ വിവാദങ്ങളുണ്ടായി. അതിനൊടുവിൽ പട്ടിക വന്നു. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ തിരഞ്ഞെടുപ്പിനെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് പാർട്ടിക്കോ വ്യക്തിപരമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു വിവാദമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ എത്ര സ്മൂത്തായിട്ടാണ് സ്ഥാനാർത്ഥിമാരെ തീരുമാനിച്ചത്. പിന്നെ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾ എത്ര സ്മൂത്തായിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിമാരെ തീരുമാനിച്ചത്. താഴെ തട്ടിലുള്ള ജനങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിമാരെ തീരുമാനിച്ചത്. ഒരു അപശബ്ദം ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള പല ശക്തികളും കൊടുക്കുന്ന വാർത്തകൾ പല തലങ്ങളിലും വന്നു. ആ വാർത്തകളെല്ലാം തെറ്റായിരുന്നു എന്നുള്ളത് ഇന്നലെയും കൊണ്ട് നിങ്ങൾക്ക് അതും ബോധ്യപ്പെട്ടു. അപ്പൊ അതൊന്നും കോൺഗ്രസിനെയോ UDF-നെയോ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അത്തരത്തിലുള്ള വാർത്തകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരായി ചിന്തിക്കുന്ന ജനവിഭാഗത്തിന്റെ മനോവീര്യത്തെ തകർക്കാനൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സാധിക്കില്ല. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നടക്കുന്നതെന്ന്. അപ്പൊ അവർക്കത് മനസ്സിലാക്കാനുള്ള കരുത്തുണ്ട്. അപ്പൊ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയപരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് മറുപടി പറയാതെ വിവാദങ്ങൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന്റെ സമയം എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുമുന്നണിയുടെയും അജണ്ടയിൽ ജനങ്ങൾ വീഴില്ല, UDF-ഉം വീഴില്ല. ഞങ്ങൾ ആ രാഷ്ട്രീയ വിഷയങ്ങൾ കേരളത്തിൽ ഇതുവരെ ഉന്നയിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവാണെങ്കിലും അതുപോലെ കുടിവെള്ളക്ഷാമത്തിന്റെ രൂക്ഷമായ പ്രശ്നമാണെങ്കിലും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കുന്ന നടപടിയാണെങ്കിലും എല്ലാം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എണ്ണി ജനങ്ങളോട് പറയും, ഇതിനാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. യഥാർത്ഥ ഇടതുപക്ഷം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളോടൊപ്പമാണ്. ഞങ്ങൾക്ക് എത്ര സ്ഥലത്ത് അത് കാണാൻ കഴിഞ്ഞു, എത്ര പേരുടെ നാവിൽ നിന്ന് അത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. നിങ്ങൾ കേരളം മുഴുവൻ കണ്ടില്ലേ? G. സുധാകരനെ പോലെ, മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ ഒരു മകനെ പോലെ കണ്ട് സുരേഷിനെ പോലെയുള്ള ആളുകൾ, PK ശശിയെ പോലെയുള്ള ആളുകൾ, എത്ര പേരാണ് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്. കണ്ണൂരിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ ഈറ്റില്ലമായ കണ്ണൂരിൽ പോലും 2 പേരാണ്, തളിപ്പറമ്പിലും അതുപോലെ തന്നെ പയ്യന്നൂരും 2 പേരാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരാണ് അവർക്കെതിരായി മത്സരിക്കുന്നത്. അപ്പൊ എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. പാർട്ടിയുടെ ഇക്കാലം അത്രയും പാർട്ടി പ്രവർത്തകർ കൊടുത്ത അംഗീകാരത്തെ RSS-ഉം BJP-യുമായി ചേർന്ന് അധികാരത്തിനു വേണ്ടി ദുർബലപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തിന് കൂടി കാരണമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായി ചിന്തിക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷമായിട്ടുള്ള ആളുകൾ ഞങ്ങളോടൊപ്പമാണ്. അപ്പൊ ആ രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഞങ്ങളോടൊപ്പമാണ്. അത് ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്, ഞങ്ങൾക്ക് അവരുടെ നാവുകളിൽ നിന്ന് അത് കേൾക്കാനും കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉജ്ജ്വലമായ വിജയമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുണ്ട്. ഈ 14 സീറ്റും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും UDF വിജയിക്കുക. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി
നിയമസഭയ്ക്കകത്ത് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ UDF വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളത്തിൽ ഈ എറണാകുളം ജില്ലയിലെ 14 MLA-മാർ അവർക്ക് കൈപോക്കാൻ അവിടെ ഉണ്ടാകും. ദീപ്തി മേരി വർഗീസ് പ്രചാരണത്തിനുണ്ടാകുമോ? എല്ലാവരും ഉണ്ടാകും. ദീപ്തി മേരി വർഗീസ് എന്നല്ല, എല്ലാവരും ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി ഒരുമിച്ചിറങ്ങി ഈ പ്രചാരണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ സ്ഥാനാർത്ഥിമാരും ഇന്നലെ രാത്രിയോടുകൂടി ഔദ്യോഗികമായി എല്ലാവരെയും പ്രഖ്യാപിച്ചു. എല്ലാവരും വളരെ സജീവമായി പോകുന്നു. എല്ലാവരും വലിയ വിജയസാധ്യതയോട് കൂടിയിട്ടാണ് മത്സരിക്കുന്നത്. ജനങ്ങൾ അവർക്ക് നൽകുന്ന സ്വീകരണവും അവരോട് ഇടപഴകുന്ന രീതിയും വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും ഞങ്ങളെ സ്നേഹിക്കുന്നവരും UDF-നെ സ്നേഹിക്കുന്നവരും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അങ്ങനെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഞങ്ങളെല്ലാവരും തകർക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ മനപ്പായസം ഉണ്ടെന്ന നടപടിയായിരിക്കും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ MLA ആയി ജയിച്ച് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കാമോ? അല്ല, എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയും മുന്നണിയും അല്ലേ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. UDF അധികാരത്തിൽ വരും. ഏറ്റവും സുശക്തമായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ, ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു യഥാർത്ഥ മന്ത്രിസഭയുണ്ടാകും. ടൈം ലിമിറ്റിൽ ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കേരളത്തിന്റെ ഖജനാവ് ഒരിക്കലും കാലിയാകാതെ കൊള്ളയടിക്കാതെ ആ ഖജനാവിൽ പണം കൊണ്ട് ജനങ്ങളുടെ വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് പണം കണ്ടെത്തി അവരെ സഹായിക്കുന്ന, അവർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും. അതിന് ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. എന്നാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുഹമ്മദ് ഷിയാസ്. മണ്ഡലത്തിൽ ഇപ്പോൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.